Photoelectric effect. The phenomenon of ejection of electron from the surface of a metal when radiation of a suitable frequency strikes on it. Einstein was able to explain the photoelectric effect using Max Planck's quantum theory. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ഐൻസ്റ്റീൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തുപയോഗിച്ചിട്ടെന്നറിയോ? മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി അറിയാം. റേഡിയൻ്റ് എനർജി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ആസ് എ ടീനി പാക്കറ്റ് ഓഫ് എനർജി ഓർ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഈസ് കോൾഡ് ക്വാണ്ടം. ഒരു ടിനി പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് റേഡിയൻ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. ഇത് രണ്ടും കൂടി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റേഡിയേഷൻ, ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ രണ്ടും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: വെൻ എ ഫോട്ടോൺ ഓഫ് sufficient energy is incident on a metal surface, a part of energy is used to overcome the attraction between electron and nucleus. The remaining part of energy is used for the kinetic energy of electron. നമുക്കറിയാം പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് റേഡിയേഷൻ മൂവ് ചെയ്യുന്നത്. ഒരു ഫോട്ടോണിൻ്റെ ഒരു പാക്കറ്റിൻ്റെ എനർജി രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് നമുക്കറിയാം, ന്യൂക്ലിയസും ഇലക്ട്രോണും, പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പവർഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ടാണ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാക്കറ്റ് ഓഫ് എനർജിയുടെ ഫോട്ടോണിൻ്റെ ഒരു ഭാഗം എനർജി ഉപയോഗിക്കുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആ ഒരു മാഗ്നറ്റിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എനർജി നല്ല പവർഫുള്ളായിട്ട് കൈകൊണ്ട് വലിക്കണം. അതേപോലെ ഈ ഫോട്ടോണിൻ്റെ പാക്കറ്റ് ഓഫ് എനർജിയുടെ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഭാഗം, ബാക്കിയൊരു ഭാഗം കൂടിയുണ്ട്. ആ ബാക്കിയുള്ള ഒരു ഭാഗം ഉപയോഗിക്കപ്പെടുന്നത് മെറ്റൽ സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്ത ഇലക്ട്രോണിന് മൂവ് ചെയ്യാനൊരു എനർജി വേണം. ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കൈനറ്റിക് എനർജി ആയിട്ടാണ് അടുത്ത ഭാഗം ഉപയോഗിക്കപ്പെടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ നമ്മൾ പറഞ്ഞു, ഒരു ഫോട്ടോണിൻ്റെ ഒരു പാർട്ട് ഉപയോഗിക്കപ്പെടുന്നത് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ എനർജിയെ, ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എനർജിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. എന്താ പറയുക? ത്രെഷോൾഡ് എനർജി ഓർ വർക്ക് ഫങ്ഷൻ. ത്രെഷോൾഡ് എനർജി എന്ന് പറയും, അല്ലെങ്കിൽ വർക്ക് ഫങ്ഷൻ എന്ന് പറയും. ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് h0. h0 ആയിട്ടാണ് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ക്വാണ്ടം തിയറിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് ഓഫ് എനർജിയെ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്നാമത്തെ ആവശ്യം ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും വേർപെടുത്താൻ വേണ്ടി ഉപയോഗിക്കും. അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എനർജിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി h എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. സെക്കൻഡ് പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇങ്ങനെ എസ്കേപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് അടുത്ത പാർട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക്, എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു h. ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് h ആണ്. നമ്മളോട് ഐൻസ്റ്റീൻ പറയുന്നത് ഈ എനർജി h എന്ന് പറയുന്ന ഈ എനർജി ഉപയോഗിക്കപ്പെടുന്നത് ഒന്നെന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് ഫങ്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ത്രെഷോൾഡ് എനർജി ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്.
ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. നമ്മളോട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, നമുക്ക് വർക്ക് ഫംഗ്ഷനെ അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജിയെ എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി ഉള്ള എനർജി ഉപയോഗിക്കപ്പെടുന്നത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനുള്ള എനർജി ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ദെൻ നമുക്കറിയാം കൈനറ്റിക് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ദെൻ for each metal surface, there is a characteristic threshold energy or work function is required. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ മെറ്റലിനും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ് ആവശ്യം. അതേപോലെ ഓരോ തരത്തിലുള്ള ഓരോ മെറ്റലിനും ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ത്രെഷോൾഡ് ഫ്രീക്വൻസി, ത്രെഷോൾഡ് എനർജി അൽ വർക്ക് ഫംഗ്ഷൻ. എല്ലാ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള അട്രാക്ഷൻ ഒരുപോലെയല്ല. ചില ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ ഫേമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള അട്രാക്ഷൻ ആണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി കൂടുതൽ ആവശ്യമാണ്. എന്നാൽ വളരെ അട്രാക്ഷൻ കുറഞ്ഞ ന്യൂക്ലിയസും ഇലക്ട്രോണും ആണെങ്കിൽ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ ഫോർ ഈച്ച് metal surface there is a characteristic threshold energy or work function is required. ഓരോ മെറ്റൽ സർഫസിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക വർക്ക് ഫംഗ്ഷൻ, ന്യൂക്ലിയസും അതിൻ്റെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനനുസരിച്ചിട്ടുള്ള ഒരു വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി ആയിരിക്കും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്.